ശ്രീ പ്രകാശ് ബാരെ, ഇവിടെ ഇപ്പോൾ രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാട്ടുന്നു ഈ ഫയലിൽ മാറ്റം വന്നില്ലല്ലോ എന്ന കാര്യമാണ്. പക്ഷേ ഇത് എത്ര തവണ എത്ര ഡിവൈസിലേക്ക് കോപ്പി ചെയ്യപ്പെട്ടാലും ഇതിന്റെ ഹാഷ് വാല്യൂ മാറില്ല. ആ ഫയൽ എഡിറ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ മറ്റൊരു ഫയൽ റീപ്ലേസ് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ മാത്രമാണ് അതിന്റെ ഫയലിന്റെ ഹാഷ് വാല്യൂ മാറുക. അതുകൊണ്ട് മാത്രം ഈ നടിയുടെ സ്വകാര്യത ഇതാരൊക്കെ കോപ്പി ചെയ്തിട്ടുണ്ട്, ആരൊക്കെ സൂക്ഷിക്കുന്നുണ്ട്, എങ്ങനെയൊക്കെ ഉപയോഗിക്കപ്പെടാം എന്ന ആശങ്ക മാറില്ല. അപ്പോൾ ഈ തെളിവ് അട്ടിമറിക്കാനുള്ള തരത്തിലുള്ള ശ്രമം അവിടെ നടന്നിട്ടില്ല എങ്കിൽ പോലും ഈ ദൃശ്യങ്ങൾ പലതവണ കോപ്പി ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം, പലരിലേക്ക് എത്തിയിട്ടുണ്ടാകാം. കേസ് അട്ടിമറിക്കാൻ ഇത് എങ്ങനെയൊക്കെ ഉപയോഗിക്കപ്പെടാം എന്ന തരത്തിലൊക്കെയുള്ള പഴുതുകൾ തേടിയിട്ടുണ്ടാകാം. അത്രയും ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് നടന്നത് എന്നിരിക്കെ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് ഇതുവരെ ഒരു നടപടിയും അവർക്കെതിരെ ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, ഈ പ്രധാനപ്പെട്ട കേസിന്റെ വിധി എന്തായാലും തന്റെ സ്വകാര്യത നഷ്ടപ്പെടുമോ, അത് ഏതെങ്കിലും തരത്തിൽ മിസ്യൂസ് ചെയ്യപ്പെടുമോ എന്നൊരു അതിജീവിത ആശങ്കപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യം, അതും കോടതിയിൽ നിന്ന് അങ്ങനെ സംഭവിക്കുമോ എന്ന് ആശങ്കപ്പെടേണ്ടി വരുന്ന സാഹചര്യം, ഈ വിധി എന്തായാലും, ആ കേസുമായി ബന്ധപ്പെട്ട വിധി എന്തായാലും ഇങ്ങനെയൊന്നുണ്ടാകുന്നത് എത്രമാത്രം വലിയ കുറ്റമാണ്. ഇന്ന് ഈ ചർച്ചയിൽ ഇത്രയും സമയം രാഹുൽ തുടങ്ങിയിരിക്കുന്നതും അത് പറഞ്ഞിട്ടാണ്. ഈ കാര്യത്തിൽ അതിജീവിതയ്ക്ക് നീതി കിട്ടണം, അവരുടെ പ്രൈവസി അവരുടെ അവകാശമാണ്. അവർ കോടതിയെ സമീപിച്ചതും രാഷ്ട്രപതിയെ സമീപിച്ചതും ഒക്കെ അദ്ദേഹം അതുമായിട്ട് അനുകൂലിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു വലിയ ശബ്ദ കോലാഹലമായിരുന്നു. ഇതൊരു ഒരു ചർച്ചയല്ല, അത് പിന്നെ ഒരു മൈക്ക് വെച്ചിട്ട് ഇങ്ങനെ പറയുന്നത്. 8ാം പ്രതിയുടെ പേര് ഇവിടെ ഒരാൾ പോലും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല അതുവരെ. അച്ഛൻ പത്തായത്തിലില്ല എന്നിങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് സംസാരിക്കുമ്പോൾ വേറെ ആൾ അതിൻ്റെ അടുത്ത് കയറി വരരുത്. ആ മാന്യത കാണിക്കോ പ്ലീസ്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നതിൽ ഹൈക്കോടതി വരെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, കോടതിയുടെ ചെസ്റ്റിലുള്ള ഒരു ഒരു തെളിവിന് ഒരിക്കലും ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പാടില്ല. അപ്പം ആ 3 കോടതിയിൽ വെച്ച് ഇത് പിന്നെ അനധികൃതമായിട്ട് ഇത് ആക്സസ് ചെയ്യപ്പെട്ടു, പലരുടെ ഡിവൈസുകളിൽ ആക്സസ് ചെയ്യപ്പെട്ടു, അസമയത്ത് ആക്സസ് ചെയ്യപ്പെട്ടു. ഇതൊക്കെ തന്നെയും നിയമത്തിന്റെ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ലംഘനമാണ്. അപ്പൊ അതിനെപ്പറ്റി പറയാതെ അതിൽ ചെറിയൊരു സംഭവം എടുത്തിട്ട് പക്ഷേ അതിന്റെ ഫയലിന്റെ ഹാഷ് വാല്യൂ മാറിയില്ലല്ലോ, അതിന്റെ വാല്യൂ മാറിയില്ലല്ലോ, ഇതിങ്ങനെ 100 തവണ ജപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നടന്നിരിക്കുന്ന കുറ്റം മുഴുവൻ ആൾക്കാർ കാണാതിരിക്കുമോ? ആൾക്കാരുടെ ശ്രദ്ധയെ വേറെ എവിടത്തേക്കും മാറ്റുക, ആൾക്കാരുടെ പൊതുജനത്തിന്റെ അഭിപ്രായത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ള ഒരു സംഭവം അല്ലാതെ ഈ വാചകവഴി കൊണ്ട് വേറെ ഒന്നും ഇതിനകത്ത് ലഭിക്കുന്നില്ല. കാരണം നമുക്കിൻ്റെ അകത്ത് പകൽ പോലെ വ്യക്തമാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഹൈക്കോടതി തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഇത് നടക്കാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു, ഇതിൻ്റെ അകത്ത് അതുകൊണ്ട് അന്വേഷണം വേണം. പക്ഷെ അന്വേഷണം നടന്നിട്ടും ആ അന്വേഷണത്തിൻ്റെ അത് കണ്ടെത്തലുകൾക്ക് പിന്നീട് ഒരു തുടർച്ചയില്ലാതാവുകയും അത് തെറ്റ് ചെയ്തവർക്കെതിരെ ഒരു നടപടി ഇല്ലാതായിരിക്കുകയും ചെയ്യുന്ന സമയത്താണ് ഇപ്പോൾ നമ്മൾ രാഷ്ട്രപതിയുടെ മുന്നിലെത്തി നിൽക്കുന്നത്. അതും ഈ കേസും തമ്മിൽ ബന്ധമുണ്ട്. ആ ബന്ധം അതിലാണ് ഫോക്കസ് മുഴുവൻ. ഈ നടന്നിരിക്കുന്ന കാര്യത്തിൽ കൃത്യമായിട്ട് അതിജീവിതയോട് നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. ഇനിയിപ്പോൾ അദ്ദേഹം ഇത് ഈ 8ാം പ്രതിയുടെ പേര് കൊണ്ടുവന്ന സ്ഥിതിക്ക് ഞാൻ പറയുകയാണ്. കാരണം ഒരു പ്രശസ്തനും സമ്പന്നനും പിടിപാടുള്ള ഒരാൾ ഒരു കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ പൊതുവെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ സമൂഹത്തിൽ സാക്ഷികൾ കൂറുമാറപ്പെടും, തെളിവുകൾ നശിപ്പിക്കപ്പെടും, അല്ലെങ്കിൽ തെളിവുകൾ ഇങ്ങനെ ഇതുപോലെയുള്ള മാറ്റങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടാവും. കോടതിയിലെ കാര്യങ്ങൾ വളരെ വളരെ വൈകും. കൂടുതൽ ആൾക്കാരെ വിലക്ക് വാങ്ങപ്പെടും. ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഏകദേശം മിക്കവാറും ഈ കേസിലെല്ലാം നടന്നിട്ടുമുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും ഇനിയിപ്പോൾ തുടങ്ങാനിരിക്കുന്ന വിചാരണയിൽ പോലും എത്രമാത്രം നമുക്ക് അതിൻ്റെ അകത്ത് പ്രതീക്ഷ ഉണ്ടാവണം എന്ന് നമ്മളോട് തന്നെ ചോദിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിജീവിത അല്ലെങ്കിൽ ഈ പെൺകുട്ടി അവർ കൈ കഴുകി രാഷ്ട്രപതിയുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഇത് ഏൽപ്പിച്ചു കഴിഞ്ഞിട്ട് ഇനി മുഴുവൻ
ഇതിന്റെ നാണക്കേടും ഇതിന്റെ ജാള്യതയും മുഴുവൻ കോടതിക്കാണ്, ഈ രാജ്യത്തിനാണ്, നമ്മൾ ഓരോ ആൾക്കാർക്കാണ്, നമ്മുടെ ഈ ഇവിടുത്തെ സമൂഹത്തിനാണ്. ഇത് നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ശരി. ഇനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതുമായിട്ട് ഒന്നും ചെയ്യാനില്ല. കാരണം അവർ ദേ ഹാവ് ഗിവൺ അപ്പ്. അത്രത്തോളം കണ്ടിട്ടുണ്ട്. ഇനി ഇത് ലീക്കാവുകയോ ഇത് തെളിവല്ലാതാവുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതിനൊക്കെ കാരണക്കാരൻ നമ്മളൊക്കെയാണ്. തീർച്ചയായും.